നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെയും പൊറാട്ടയുടെയും റൈസുകളുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ വരട്ട് റെസിപ്പിയാണ്. അതിനായി നമ്മളൊരു 750 ഗ്രാം ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനേഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. അതിനായി 2 വലിയ സവാള കുഞ്ഞുകുഞ്ഞാന്നരിഞ്ഞത്, പിന്നെ ഒരു 8-10 ചെറിയുള്ളി, 2 മീഡിയം സൈസുള്ള തക്കാളി, പിന്നെ 2 ഇല്ലി കറിവേപ്പില, 3 പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. ഒരു ഭാഗം മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചിട്ട് ഒന്ന് മുരിച്ചെടുക്കാം. നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ടൈം കൊണ്ട് നമുക്ക് ചിക്കനിലേക്കുള്ള മസാല ഒന്ന് വറുത്തെടുക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ചെറിയൊരു ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. വല്ലാണ്ട് വറുത്താൽ മസാല കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. 2-3 മിനിറ്റ് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചിക്കനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിനാണ് നമ്മൾ ഇങ്ങനെ വറുത്ത് കോരി എടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും റെഡിയാകും. ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം, അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ. അപ്പോൾ നമ്മളുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക്, ചെറുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് കുറച്ച് വഴന്ന് വന്നാൽ നമുക്കതിലേക്ക് സവാളയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ വേഗം നന്നായി വഴന്ന് കിട്ടാനായി ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം മൂടി വെക്കണം. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊരു 6-7 മിനിറ്റ് എടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ അതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കണം. തിളച്ച് വന്നാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഞാനതൊരു 5 മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ട് നമുക്ക് അത്ര നേരം വെച്ചാൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുത്താൽ നമ്മളുടെ അടിപൊളി ചിക്കൻ വരട്ട് ഇവിടെ റെഡിയാണ്. മസാല നമ്മൾ വറുത്തുണ്ടാക്കിയത് കൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടെ ഉണ്ട്, നല്ലൊരു ഫ്ലേവറും കൂടെ ഉണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.